ആ ഒരു ചായ വേണ്ടടോ. ഇവിടെ ചായയെല്ലാം നിർത്തിയിട്ട് കാലത്തിലായി. കേസൊന്നും കിട്ടാനില്ലാന്ന്. ഓ യുദ്ധത്തിൻ്റെ അല്ലേ? ആ കളിയല്ലേ? അതെ, ഹോട്ടലുകളിലും കുറെ പൂട്ടിയെന്നല്ലേ പറയുന്നത്. ആ രണ്ട് യുദ്ധമെല്ലാം നിർത്തിയെന്നല്ലേ പറയുന്നത്. പിന്നെ പറയുന്നത് അല്ലേ പറ. ആ മൂത്രക്കല്ലിനും വൈദ്യനോട് കേള് വൈദ്യര വീട് എടിയനും അയാൾ പേര് കേട്ട വൈദ്യരല്ലേ? ആ പേരെല്ലാം നല്ല പേര് തന്നെയാണ്. കേളൂന്നല്ലേ വീട് എടിയനും? വീട് ആ വളവിന് ഒരു അംഗൻവാടിയുണ്ട്, അതിന്റെ തൊട്ട് ബേക്കിലത്തെ വീട്. ആ ബേക്കിലത്തെ വീട് അല്ലേ? ആ അല്ലേ പറ. അയാൾക്ക് ഫീസെല്ലാം കൂടുതലാവുക. എനിക്കെന്താ പണി? ഞാനിപ്പം കാര്യമായിട്ട് പണിയൊന്നും എടുക്കുന്നില്ലപ്പോൾ. എന്നിട്ടും എനിക്ക് വെള്ളം കുടിക്കാനൊന്നും നേരമില്ലായിരുന്നു. അയാളൊരു പുതിയ കാറെല്ലാം വാങ്ങിയിട്ടുണ്ട്, അതിനെല്ലാം അടവെല്ലാം ഉണ്ട്, അതെല്ലാം അടക്കണ്ടേ അയാൾക്ക്. അതുകൊണ്ട് എന്താ ഇല്ല ചേച്ചി കൊണ്ടുകൊടുത്തേ. ഈ വൈദ്യരെടുക്കാൻ വേണ്ടി ഒറ്റ പ്രാവശ്യം മരുന്ന് കുടിച്ചാൽ മതിയാവുക? ഇതുവരെ അവർക്ക് വന്ന ആൾ പിന്നെ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഓ, അത് രോഗം മാറിയിട്ടാണോ മരിച്ചിട്ടാണോ എന്ന് ഞാനറിയില്ല. അതെല്ലാം പിന്നെ ഓരോരുത്തരും യോഗഭാഗ്യം പോലെയാണ്. എന്നാല് അടുത്തോളം പോയേക്കാം അല്ലേ? ആ ശരി, ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. എല്ലപ്പാ ഇരിക്കുന്ന കീഴോട്ടോട് ഇത്ര ദേഷ്യോ? ബട്ട് അയാൾ പണ്ട് റബ്ബർ ടാപ്പിങ്ങിന് വന്ന വീടാ. ഉള്ള ചപ്പും പുല്ലും എല്ലാം കൊടുത്തിട്ട് ഈ മലക്ക സൽദേച്ചു അയാൾ സ്വന്താക്കി. ഈടെ ജനിച്ചു വളർന്ന അനക്കും എനിക്കും അതും കൊണ്ടാ. ഇന്റെ സൂക്കേട് മനസ്സിലായി. ഇന്റെ രോഗത്തിനും കഷണ്ടിക്കും ഇതുവരെ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ആ എന്തേനു? വൈദ്യരല്ലേ? ആ അതെ. കല്ലിന്റെ ആന്ന് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വേദന. നോക്കട്ടെ നോക്കട്ടെ. ആ പറ, ഏടിയാ വേദന? ഈ രണ്ട് സൈഡും വേദന ഉണ്ടാ? ഈ പൊള്ളക്കോ? ഇവിടെയൊന്നുമില്ല. തലയിലാച്ചും വേദന ഉണ്ടാ? ഇല്ലപ്പാ, തലയൊന്നുമില്ല. വെള്ളം കുടിക്കല്ല നല്ലോണം? വെള്ളം കൂടി ഉണ്ട്. ഞാൻ ബ്രാൻഡി കുടിക്കുന്ന കാര്യം അല്ല ചോദിച്ചത്. ബ്രാൻഡി ഇപ്പൊ കുടിക്കലില്ല, കല്ലാന്റെ ശേഷം. കല്യാണത്തിന് ശേഷം കുടിക്കാനല്ലേ? ഇപ്പൊ കല്ലിന്റെ ഒരു സീസണാ. 5 ആൾ ഇന്ന് വന്നിട്ട് പോയി. 3 ആളെ കല്ല് അന്നേരം തന്നെ എടുത്തു കൊടുത്തു. 2 ആൾക്ക് മരുന്ന് കൊടുത്തു പോയി. ഇനിയിപ്പോ കിടന്നിട്ടൊന്ന് പരിശോധിച്ച് നോക്കണം. അത്ര കല്ലെന്നിട്ട് നോക്കിയാലേ പറയാൻ പറ്റും. ഒരു പ്രാവശ്യം മരുന്ന് കൊടുത്തോണ്ട് അത് നോക്കിയിട്ട് പറയാം. നോക്കിയിട്ട് പറയാം. പറ്റുന്ന കല്ല് ഞാൻ ഇപ്പം തന്നെ എടുത്തുതരാം. ഇങ്ങനെ തടയിട്ട് എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് അതിനകത്ത് കിട്ടുന്ന നിങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ ബാക്കി പച്ചമരുന്ന് കുടിച്ചിട്ട് നോക്കാം. കിടക്ക്. ശ്വാസം വലിച്ചു വിട്. ശ്വാസം വലിച്ചു ഒന്നും കൂടി. ഇപ്പൊ എന്നെ വലിച്ചു കയറ്റുവാ. വീടിയൊന്നും വലിയ പ്രശ്നം കാണുന്നില്ല. പിടിക്കല്ല 3 കല്ലുണ്ട്. 2 വലിയതാ. അത് ഒന്ന് ഞാൻ തടയിട്ട് എടുക്കാനാകുമോ നോക്കട്ടെ. എനിക്ക് തോന്നില്ല. പറ്റോ പരമാവധി ഞാൻ തടയിട്ട് എടുക്കുമോ നോക്കാം. വരുന്നുണ്ടെന്നാ തോന്നുന്നു. കിട്ടിയിട്ടുണ്ട്. ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഓ അമ്മോ, കണ്ട. ഇനി 2 ഇങ്ങനത്തെ ഉണ്ട്. ഇത്ര വേണമില്ല. നീർത്തിരിക്ക്. ഇത്രയും വലിയ കല്ലേങ്ങൾ എടുത്ത് പിന്നെ ഇത്രയും കല്ല് ഇങ്ങനത്തെ 2 കൂടി ഉണ്ട്. അതെയോ? ഇനി എങ്ങനെയാ മൂത്രമൊഴിക്കല്? നിന്നിട്ടാ. എന്നാ ശ്രദ്ധിക്കണം. മൂത്രമൊഴിക്കുമ്പോ കാല് കുറച്ച് വീതിക്ക് വെക്കുക. എന്നിട്ടേ മൂത്രമൊഴിക്കാലോ. കഴിഞ്ഞ പ്രാവശ്യം ഒരുത്ത മൂത്രമൊഴിക്കുമ്പോ കാലിന് കല്ല് വീണിട്ട് 3-4 തുന്നുണ്ടേനു. നിങ്ങളൊരു കാര്യം ചെയ്യാ, ചെറിയൊരു കുഴി എടുക്കുക. ആ കുഴിയിലേക്ക് മൂത്രമൊഴിച്ചോ, അതിന്റെ അകത്ത് കല്ല് വീണോളും. പുറത്തേ ഒഴിക്കാവൂ. പുറത്തേ ഒഴിക്കാം കേട്ടാ. മനസ്സിലായിട്ടില്ല? ഫീസും കാര്യം എങ്ങനെയാ? ഇതിനങ്ങനെ ഫീസൊന്നുമില്ല. ഇതങ്ങനെ ഫീസ് വാങ്ങിയിട്ട് ചികിത്സ രീതിയല്ല. ഓരോരുത്തർ എന്തെങ്കിലും തരുന്നതാണ്. 2000, 3000, 5000 വരെ ആള് തരും. മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ വന്നിനു. അയാള് തന്ന പൈസ ഒന്നും ഞാൻ നിങ്ങളോട് പറയത്തില്ല. എന്നാലും വൈദ്യരെ തൽക്കാലം ഇതാണ് പിടി. ഒറ്റ പ്രാവശ്യമല്ലേ കുടിക്കണ്ടു. ഇങ്ങനെയാണെങ്കിൽ 3-4 പ്രാവശ്യം ഇനി വന്ന് കുടിക്കേണ്ടി വരും. ഇതിന്റെ വലിയ കല്ല.